നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. മതവിദ്വേഷ പ്രസംഗ കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അടുത്ത മാസം 10-ന് മുൻപ് വെള്ളാപ്പള്ളി അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. എന്നാൽ വെള്ളാപ്പള്ളിയുടേത് മതവിദ്വേഷ പ്രസംഗമാണെന്ന് വിലയിരുത്താൻ കോടതി തയ്യാറായില്ല. വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളടങ്ങിയ CD ഹൈക്കോടതി പരിശോധിച്ചു. വെള്ളാപ്പള്ളിയുടെ പ്രസംഗം മതവിദ്വേഷം പടർത്തുന്നതാണ് എന്ന് വിലയിരുത്താൻ ഹൈക്കോടതി തയ്യാറായില്ല. പ്രസംഗത്തിൽ സർക്കാർ നിലപാടുകളെയാണ് വിമർശിക്കുന്നത്. അത് മതസൗഹാർദ്ദം തകർക്കുന്നതാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. ഏതെങ്കിലും മതവിഭാഗത്തെ വെള്ളാപ്പള്ളി വിമർശിക്കുന്നുവെന്ന വിലയിരുത്തലും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. രണ്ട് വ്യത്യസ്ത സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി വിവേചനത്തെ പറ്റിയാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അത് വ്യവസ്ഥിതിക്കെതിരായ വിമർശനമെന്ന നിലയിലാണ് കോടതി കാണുന്നതെന്നും ജസ്റ്റിസ് P. ഭവദാസൻ വിലയിരുത്തി. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ സമുദായ സൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചുവെന്ന് സർക്കാരിനു വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. ആസഫ് അലി വാദിച്ചു. നിയമം എല്ലാവർക്കും എന്നതുപോലെ വെള്ളാപ്പള്ളിക്കും ബാധകമാണ്. വെള്ളാപ്പള്ളി നടേശന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ച കോടതി ജനുവരി 10-ന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വെള്ളാപ്പള്ളി നടേശന് ജാമ്യം എടുക്കുകയും ചെയ്യാം. സമത്വ മുന്നേറ്റ യാത്രയുടെ ഭാഗമായി വെള്ളാപ്പള്ളി നടേശൻ ആലുവയിൽ നടത്തിയ പ്രസംഗത്തെ തുടർന്നായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഹൈക്കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഉടൻ കോടതിയെ സമീപിച്ചേക്കും. റിപ്പോർട്ടർ, കൊച്ചി. തന്നെ അകത്താക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അറസ്റ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റം സർക്കാരിനില്ല. കേസിൽ താൻ ബലിയാടായെങ്കിലും പലരും രക്ഷപ്പെട്ടുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു സമുദായ നേതാവിനെ പ്രതിയാക്കി ഇന്ത്യയിൽ ഒരു KPCC പ്രസിഡന്റും കേസ് കൊടുത്തിട്ടില്ലെന്നും വെള്ളാപ്പള്ളി കൊച്ചിയിൽ പറഞ്ഞു. അങ്ങനെ എനിക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഭാഗത്തു നിന്നും KPCC നേതൃത്വം വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തിയതെല്ലാം ചെയ്തെങ്കിലും കോടതിക്ക് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവർ പത്രം വായിക്കുന്നില്ലേ, അവർ ലോകം മുഴുവൻ കാണുന്നില്ലേ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതെല്ലാം കള്ളത്തരമാണെന്നും വ്യക്തിവിദ്വേഷമാണെന്നും രാഷ്ട്രീയവിദ്വേഷമാണെന്നും അവർക്ക് മനസ്സിലായതുകൊണ്ട് കോടതി അംഗീകരിച്ചു. അവരുടെ ഒരു തടസ്സവാദങ്ങളും കേൾക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ബാലിശമാണെന്ന് മനസ്സിൽ അദ്ദേഹത്തിന് തോന്നിക്കൊണ്ട് വളരെ അദ്ദേഹം ഒരു പരിധിവരെ ഞാൻ അറിഞ്ഞത് വഴക്കുവരെ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. ഈ വിഷയം, അതായത് വെള്ളാപ്പള്ളി നടേശൻ സർക്കാർ നയത്തിനെതിരായ വിമർശനം നടത്തുക മാത്രമാണ് ചെയ്തത് എന്ന കോടതി നിരീക്ഷണത്തോടെ ഈ ആരോപണത്തിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ കുറ്റവിമുക്തനായോ എന്നതാണ് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. VV രാജേഷ്, BJP സംസ്ഥാന വക്താവ്, പ്രവീൺ, അഭിഭാഷകനും ഇടതു സഹയാത്രികനും, ശ്രീ PM സുരേഷ് ബാബു, KPC ജനറൽ സെക്രട്ടറി എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. പ്രേക്ഷകർക്കും ടെലിഫോണിലൂടെയും ഓൺലൈൻ വഴിയും ഈ ചർച്ചയിൽ പങ്കെടുക്കാം. ഓൺലൈനിൽ ഈ വിഷയത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യവും റിപ്പോർട്ടറിന്റെ വെബ്സൈറ്റിലുണ്ട്. ആദ്യം ശ്രീ VV രാജേഷ്, കോടതിയിൽ നിന്ന് നടത്തിയിട്ടുള്ള പരാമർശം ഇത് മതവിദ്വേഷ പ്രസംഗമായി വിലയിരുത്താൻ ആദ്യം തന്നെ കോടതി തയ്യാറായിട്ടില്ല. രണ്ടാമത്തേത്, ഇത് സർക്കാർ നയത്തിനെതിരായ വിമർശനമെന്ന നിലയ്ക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്നതാണ്. ഇതോടെ ഈ കേസിൽ കേരളീയ പൊതുസമൂഹത്തിന് മുൻപിൽ വെള്ളാപ്പള്ളി നടേശൻ കുറ്റവിമുക്തനായി എന്ന അഭിപ്രായമുണ്ടോ നിങ്ങൾക്ക്? ഷാദ്, ഇതല്ലേ ഞങ്ങൾ ആ ദിവസം തന്നെ പറഞ്ഞത്. കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ തെറ്റ് ആരോപിക്കാൻ പോലും സാധ്യമാവുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് കേരള പോലീസാണ്. FIR രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടും മാധ്യമ വാർത്തകൾ കൊണ്ട് FIR എടുത്തും പോയി ചാർജ് ഷീറ്റ് കൊടുക്കാനും സാധിക്കുകയില്ല. ഒരു ഒഫൻസ് അട്രാക്ട് ചെയ്യണമെങ്കിൽ ആ ഒഫൻസിന്റെ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് വേണ്ടേ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേരള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ഗവൺമെന്റുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടത് വലത് മുന്നണികളുടെ ശക്തമായ സമ്മർദ്ദവും പ്രചരണവും കാരണം പോലീസിന് കേസെടുക്കേണ്ടി വന്നു. അന്ന് തന്നെ ആ പ്രസംഗം മുഴുവനും വിലയിരുത്തിയതിനു ശേഷം BJP വളരെ വ്യക്തം, ഞാൻ തന്നെ റിപ്പോർട്ട് ചാനൽ എത്രയോ പ്രാവശ്യം എന്ന് പറഞ്ഞു, അത് ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെയുള്ള വിലയിരുത്തലാണ്, ആർക്കും എതിരെയുള്ളതല്ല. പക്ഷേ ഒരു കാരണവശാലും അടങ്ങില്ല. വെള്ളാപ്പള്ളി നടേശന്റെ ജാഥ തടയണം, വെള്ളാപ്പള്ളിയെ പിടിച്ച് ജയിലിലിടണം, അപ്പൊ തന്നെ ശിക്ഷിക്കണമെന്ന് സുരേഷ് ബാബു ഇന്ന് VM സുധീരന്റെ മൊഴിയെടുക്കവേ അദ്ദേഹം ആലുവ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഇത് സർക്കാർ നയത്തിനെതിരായ വിമർശനം എന്ന നിലയ്ക്ക് ലഘൂകരിക്കാൻ കഴിയില്ല, ഇത് തീർച്ചയായും മതവിദ്വേഷമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ്. അതാണ് നിങ്ങളുടെ നിലപാട്. അതിന്മേലാണ് പരാതിയും നൽകിയിട്ടുള്ളത്. പക്ഷേ അത് കോടതിയിൽ ചെന്നപ്പോൾ ജസ്റ്റിസ് ഭവദാസൻ കണ്ടെത്തുന്നത് ഇത് സർക്കാർ നയത്തിനെതിരായ വിമർശനമെന്ന നിലയ്ക്ക് മാത്രമേ കാണാൻ കഴിയൂ, ഇതിൽ മതവിദ്വേഷ സ്വഭാവമുണ്ട് എന്ന് നിരീക്ഷിക്കാൻ കഴിയില്ല എന്നതാണ്. അതുകൊണ്ടാണ് VV രാജേഷ് പറയുന്നത് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് പോലീസ് ചെയ്തുപോയ അബദ്ധമാണിതെന്ന്. ഇതിനകത്ത് ഹൈക്കോടതിയിൽ നടേശൻ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ കോടതി ഭാഷയിൽ പറഞ്ഞാൽ ആന്റിസിപ്പേറ്ററി ബെയിൽ എന്നുള്ളതാണ്. ഒരു കേസ് വന്നു, ആ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ ഇടയുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
അറസ്റ്റ് ചെയ്യുന്ന പക്ഷം എന്നെ ജാമ്യത്തിൽ വിടാൻ നിർദ്ദേശം കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അപേക്ഷ. ആ അപേക്ഷയിൽ അപേക്ഷ രണ്ട് കോടതിയിൽ കൊടുക്കാം. ഒന്ന് ഹൈക്കോടതിയിലും ഒന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും അപേക്ഷിക്കാം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എറണാകുളം സെഷൻസ് കോടതിയിൽ അപേക്ഷിക്കാതെ നേരെ ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി പറഞ്ഞത് ഇത്രാം തീയതി കോടതിയിൽ ഹാജരാകണം. ആ ഹാജരാകുന്ന പക്ഷം കോടതിയിലല്ല, പോലീസിന്റെ മുമ്പിൽ ഹാജരാകുന്ന പക്ഷം അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടണം. അത് മാത്രമാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്. ഓക്കെ, ആ കേസിൽ ഇനിയും നടപടികൾ പോകാനുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കോടതി ഇന്ന് തുറന്ന സി സുരേഷ് ബാബു, അക്കാര്യത്തിൽ ഇനിയും കോടതി നടപടികളുടെ ഘട്ടങ്ങൾ കടക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് തുറന്ന കോടതിയിൽ ലാപ്ടോപ്പിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം, കേസെടുക്കാൻ ആധാരമായ പ്രസംഗ ഭാഗം ഇന്ന് ജസ്റ്റിസ് ഭവദാസൻ പൂർണ്ണമായും കേൾക്കുകയുണ്ടായി. അതിനുശേഷം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മതവിദ്വേഷ സ്വഭാവമുണ്ട് എന്ന നിരീക്ഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് പോലും അദ്ദേഹം കടന്നില്ല. രണ്ട്, ഇത് സർക്കാർ നയത്തിനെതിരായ വിമർശനം മാത്രമാണെന്ന കമന്റ് അദ്ദേഹം പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ കേസിൽ എത്ര അന്വേഷണം നടന്നാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പ്രസംഗത്തിന്റെ ക്ലിപ്പാണല്ലോ. അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും പോകാൻ കഴിയില്ല. കോടതിക്ക് അതിൽ നിന്ന് ബോധ്യമാകുന്നത് ഇത് മാത്രമാണ്. കോടതി ഭാഷയിൽ ഇതിന് ഒബിറ്ററി ഡിക്റ്റം എന്നാണ് പറയുക. ദാറ്റ്സ് എ പാസിംഗ് ഒബ്സർവേഷൻ. പ്രഥമ ദൃഷ്ടിയ ഒരു അദ്ദേഹത്തിന് അങ്ങനെ തോന്നും. പക്ഷേ പ്രോസിക്യൂഷന്റെ കേസ് വാദിച്ച് അതിനകത്ത് ഇന്ന കണ്ടന്റ്സ് ആണ് മതവിദ്വേഷം പരത്തുന്ന പരാമർശം എന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നത് തന്നെയാണ് താങ്കളുടെ ആത്മവിശ്വാസം. ദയവായി തുടരുമോ ശ്രീ പ്രവീൺ? അതായത് ആ പരാമർശം അടങ്ങിയ ക്ലിപ്പാണ് പോലീസിന് മുൻപിൽ അന്വേഷിച്ച് പരമാവധി പോകാൻ കഴിയുന്ന ഏറ്റവും പരമമായ വസ്തു. അത് കോടതിക്ക് മുൻപാകെ വെച്ചിരിക്കുകയാണ്. ഇനി അതിനകത്ത് മതവിദ്വേഷ പരാമർശങ്ങളും ആ കണ്ടന്റുമുണ്ട് സർ എന്ന് നമ്മുടെ അഭിഭാഷകർ വാദിച്ചു മനസ്സിലാക്കി കൊടുക്കണമോ കോടതിക്ക്? പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് മനസ്സിലാവില്ലേ? എന്തുകൊണ്ടാണ് കോടതി ഈ നിലയെടുക്കുന്നത് ഇതിനോട്? നിഷാദ്, എന്തുകൊണ്ടാണ് കോടതി ഈ നിലയെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അത് കോടതിക്ക് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. അതൊന്ന്. ആ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോ ഇന്ത്യ എന്ന ഒരു രാജ്യത്തിനെ കൃത്യമായി രാജ്യത്തിനുള്ളിലെ ജനങ്ങളെ കൺസോളിഡേറ്റ് ചെയ്ത് നിലനിർത്തണമെങ്കിൽ, ഒരുമിച്ച് നിർത്തണമെങ്കിൽ നമുക്ക് രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ഇന്ത്യ എന്ന രാജ്യം വളരെ പ്രശസ്തമായ രാജ്യമാണ്, ഒരുപാട് പാരമ്പര്യമുള്ള രാജ്യമാണ്, ഒരുപാട് നന്മകളുള്ള രാജ്യമാണ് എന്ന രീതിയിൽ നമുക്കതിന്റെ നന്മകളെ പറഞ്ഞുകൊണ്ട് ജനത്തിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് പാകിസ്ഥാനോ നേപ്പാളോ ചൈനയോ ശ്രീലങ്കയോ പോലുള്ള അയൽ രാജ്യങ്ങൾ നമ്മെ ആക്രമിക്കാൻ വരികയാണ്, നമ്മൾ വളരെ ഇൻസെക്യൂർ ആണ്, നമ്മൾ ഒരുമിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകും എന്നുള്ള രീതിയിലുള്ള വാദത്തോടുകൂടെ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇതിൽ രണ്ടാമത്തെ രീതിയിലുള്ള കൺസോളിഡേഷനാണ് യഥാർത്ഥത്തിൽ എളുപ്പമായിട്ടുള്ളത്. ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിട്ടുള്ള കാര്യം. ഇത് പലരും ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ജൂതന്മാർക്കെതിരായിട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ ഹിറ്റ്ലർ ഉപയോഗിച്ചത്, ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് സംഘപരിവാർ സംഘടനകൾ ഉപയോഗിച്ചത്, മുസ്ലിം സംഘടനകൾ മുംബൈ കലാപത്തിന്റെ സമയത്ത് ഉപയോഗിച്ചത്. ഇതെല്ലാവരും ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ്. പല സമയത്തും ഇടതുപക്ഷ കക്ഷികളും ചില സമയത്തെങ്കിലും അത് ഉപയോഗിക്കാറുണ്ട്. ഈ കൺസോളിഡേഷന് വേണ്ടി വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണ് എങ്കിൽ മുസ്ലിം ആയതുകൊണ്ടാണ് നൌഷാദിന് ഒരു ആനുകൂല്യം കിട്ടിയതെന്നും, മുസ്ലിമായോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ ആയിട്ടുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ നേതാക്കളും കാറെടുത്ത് ആ വീട്ടിലേക്ക് പായും, എന്നാൽ ഒരു ഹിന്ദു മരിച്ചാലോ നമ്മൾ മരിച്ചാലോ ഇവിടെ ആരും വരില്ല എന്നും പറയുന്നതിലൂടെ അത്തരത്തിലൊരു ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചത്. ആ ഇൻസെക്യൂരിറ്റിയിൽ എന്താ ഉണ്ടാവുക? അതിന്റെ ഒരു ഭവിഷ്യത്തൂടെയുണ്ട്. ആരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ ഇവൻ ശക്തനാണ് നീ വീക്കറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ആരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ പറയുന്നത്, അവരോടൊരു വിദ്വേഷം കൂടെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, ഉണ്ടാകും ഉറപ്പായിട്ടും. ഇത് കേൾക്കുന്നവന്റെ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നവന്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെയാണ് ഒരു മതപരമായ അംശമുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ് താങ്കൾ. ഞാൻ വരാം. വിശാഖപട്ടണത്തിൽ ചന്ദ്രബാബു എന്ന പ്രേക്ഷകൻ ടെലിഫോൺ ലൈൻ. ചന്ദ്രബാബു പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഹലോ, എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ നാട്ടില് വർഗീയത വളർത്തി നാട്ടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഇടത് വലത് രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളുമാണെന്നാണ് എന്റെ അഭിപ്രായം. മാധ്യമങ്ങളും അക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന വിമർശനം ഉന്നയിക്കുകയാണ് താങ്കൾ. രാജേഷ്, ഇക്കാര്യത്തിൽ കോടതി ഒരു പ്രഥമ ദൃഷ്ട്യാ നിരീക്ഷണം നടത്തുക മാത്രം ചെയ്യുന്നു. അത് പാസീവ് കമന്റ്സ് മാത്രമാണ്, അത് വിധിന്യായത്തിൽ ഉണ്ടാവില്ല. അത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്ന ഘട്ടത്തിലുള്ള തീരുമാനം മാത്രമാണിത്. ഇതിനകത്ത്, ഈ പ്രസംഗത്തിനകത്ത് മതവിദ്വേഷത്തിന്റെ അംശങ്ങളുണ്ട് എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമാണ് സർക്കാരിനുള്ളത്. ഇന്ന് VM സുധീരൻ മൊഴി നൽകവേ പോലീസിനോട് വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്തു, ഇത് സർക്കാർ നയത്തിനെതിരായിട്ടുള്ള വിമർശനമല്ല, ഇത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള പരിപാടി മാത്രമാണെന്നത്. സർക്കാർ അതിൽ ഉറച്ചു നിൽക്കുകയാണ്, അതുമായി മുന്നോട്ട് പോകും. ഇതിൽ മതവിദ്വേഷ ഉദ്ദേശമുണ്ട് സാർ എന്ന് കോടതിയെ ബോധിപ്പിച്ചേ അടങ്ങൂ.
നിഷാദ്, ഇപ്പോൾ CRPC 438 അനുസരിച്ചുള്ള ആപ്ലിക്കേഷനാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിലുള്ള ആപ്ലിക്കേഷൻ. അത് ജില്ലാ കോടതിയിൽ കൊടുക്കുക ഈ സെക്ഷൻ അനുസരിച്ച്. സുരേഷ് ബാബുവിടെ സാർ പറഞ്ഞു ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ ജില്ലാ കോടതിയിൽ പോകാതെ ഹൈക്കോടതിയിൽ പോയെന്ന്. സുരേഷ് ബാബു സാർ ഈ ചർച്ചയിലുണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ആലുവയിൽ പ്രസംഗിച്ച ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കോലാഹലങ്ങളൊക്കെ. ഞാൻ സുരേഷ് ബാബു സാറിനോട് ചോദിക്കുന്നു, ആ പ്രസംഗത്തിൽ ഒഫൻസ് അട്രാക്ട് ചെയ്യാൻ കാരണമായിട്ടുള്ള ആ സെന്റൻസ് സുരേഷ് ബാബു സാറിനൊന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ? നിഷാദ് തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഹൈക്കോടതി ജഡ്ജി ലാപ്ടോപ്പിലൂടെ ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേട്ടു എന്ന്. സുരേഷ് ബാബു സാർ പറയട്ടെ, വെള്ളാപ്പള്ളി നടേശന്റെ ഇന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്നത്, ഞാൻ സമ്മതിച്ചു തരാം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾക്ക് ഇപ്പോൾ കാണിക്കാൻ സാധിക്കാത്ത സ്ഥിതിക്ക് ജഡ്ജ് ഇന്ന് ലാപ്ടോപ്പിലൂടെ ആ പ്രസംഗം കേട്ടപ്പോഴേക്കും ജഡ്ജിന്, ഹൈക്കോടതി ജഡ്ജിയാ, മജിസ്ട്രേറ്റ് അല്ല, ഹൈക്കോടതി ജഡ്ജിക്ക് അങ്ങനെ ഒരു ഫീൽ വരാത്ത സ്ഥിതിക്ക് ഇനി എങ്ങനെയാ സാർ നിങ്ങൾക്ക് വാദിക്കാൻ സാധിക്കുന്നത്? എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗങ്ങൾക്ക് അകത്തുള്ള കാര്യങ്ങളിലേ നിങ്ങൾക്ക് വാദിച്ച് ബോധ്യപ്പെടുത്താൻ സാധിക്കുള്ളൂ. പുറത്തൊന്നും കൊണ്ടുവന്ന് അതിലൊന്നും ഇൻഡക്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതില്ല. അതാണ് PM സുരേഷ് ബാബു അതായത് കോടതിയിൽ ഇക്കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമുള്ള വാചകങ്ങൾ ഏതാണ്? കോഴിക്കോട്ട് ഒരു നൌഷാദ് മരിച്ചു, അപ്പോൾ തന്നെ 10 ലക്ഷം രൂപ കൊടുത്തു. നമ്മൾ ആരെങ്കിലും മരിച്ചാൽ നമ്മളെ കാണാൻ ആരും വരില്ല, മുസ്ലിങ്ങൾ മരിച്ചാൽ മന്ത്രിമാർ പോകുമെന്നതാണ്. അത് സർക്കാർ നയത്തിനെതിരായ വിമർശനം എന്ന നിലയ്ക്കാണ് കോടതി, മഹോന്നതമായ കോടതി കാണുന്നത്. ഇനി രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ടോ പ്രസ്താവനകൾ കൊണ്ടോ എന്ത് കാര്യം? അതിനപ്പുറത്തേക്കൊരു തെളിവും ഇനി ഹാജരാക്കാനില്ല. ഏറ്റവും പരമമായ വസ്തു എന്നത് ആ ക്ലിപ്പാണ്, അതിന്മേലാണ് കേസ്. അത് കോടതി വിശാലമായി കാണുകയാണ് തുറന്ന കോടതിയിൽ. ഇത് നയത്തിനെതിരായ വിമർശനമല്ലേ എന്ന് ലഘൂകരിക്കുകയാണ് കോടതി. ഇതെന്തിനാ ഇത്ര വേവലാതി നിങ്ങൾക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. കോടതിയിൽ പോലീസിൽ പരാതി കൊടുത്തത് VM സുധീരനാണ്. അദ്ദേഹത്തിന്റെ പരാതിയിൽ നിന്ന് മൊഴി എടുത്തിട്ടുണ്ട്. കൂടുതൽ തെളിവ് എന്തെങ്കിലും ഞങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ഞങ്ങളതൊക്കെ ഹാജരാക്കിക്കൊള്ളും. അല്ലെങ്കിൽ ഇതിന്റെ ഈ പരാമർശത്തെ വ്യാഖ്യാനിക്കാനുള്ള പ്രാഗൽഭ്യത ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളതാക്കും. അതില്ല എന്ന സാഹചര്യമാണെങ്കിൽ കോടതിയിൽ കേസ് തോക്കും, അത്രയല്ലേ ഉള്ളൂ. ഇതിനകത്ത് ഇങ്ങനെ ഒരു പരാമർശത്തിന്റെ പ്രസക്തി എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അങ്ങനെ കോടതിയിൽ ഇനിയിപ്പോ വേണ്ടത്ര നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണത്തിന് അടിസ്ഥാനപരമായ നിയമ പിൻബലമില്ലെങ്കിൽ കേസ് തോറ്റുപോകും. അത് സിമ്പിളാണ്. അത് അങ്ങനെ പറയൽ സിമ്പിളാണ്. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന PM സുരേഷ് ബാബു ഇക്കാര്യത്തിൽ കേസ് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ നിരീക്ഷണം ഇന്ന ദിവസം കോടതിയിൽ പോലീസിന്റെ മുമ്പിൽ ഹാജരാകുന്ന പക്ഷം അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണം. ഇത് മാത്രമേ അതിനകത്ത് നിയമപരമായ വ്യവസ്ഥയുള്ളൂ. താങ്കൾ ഒരു തവണ പറഞ്ഞതാണ്. പക്ഷേ കേസ് PM സുരേഷ് ബാബു കേസ് ജയിച്ചാൽ ജയിച്ചു, തോറ്റാൽ തോറ്റു. അതിന് ഇത്ര വേവലാതിപ്പെടണമെന്ന ചോദ്യം. അത്തരം ഒരു സമീപനം ഉണ്ടാവട്ടെ. അനിൽ എന്ന പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ അനിൽ പറയൂ, അഭിപ്രായം എന്താണ്? ശ്രീ അനിൽ പറയൂ. ഹലോ. ശ്രീ അബ്ദുറഹ്മാൻ പറയൂ. ഇത് നേരത്തെ പ്രതീക്ഷയുടെ വിധി തന്നെയാണ്. അത്രയും ഉള്ളൂ. താങ്കൾ ആ വിധി നേരത്തെ പ്രതീക്ഷിച്ചതാണ്, അങ്ങനെ സംഭവിക്കൂ എന്നതാണ്. ശ്രീ PM സുരേഷ് ബാബു, ഞാൻ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യം, ഇത് ജയിച്ചാൽ ജയിച്ചു, തോറ്റാൽ തോറ്റു, എന്തിന് വേവലാതിപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, തോറ്റുപോയാൽ നിങ്ങൾ കേവല രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ കേസാണിതെന്ന വാദത്തിന് ആക്കം കൂടുകയും അത് വലിയ പ്രചാരണായുധമാക്കി മാറ്റാൻ കഴിയുകയും ചെയ്യുമെന്നതാണ്. അതുതന്നെയാണ് VV രാജേഷ് തുടങ്ങി വെക്കുന്നത്. PM സുരേഷ് ബാബു, അല്ല, അങ്ങനെ ഒരു സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ സംഭവം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാവും. അതാണ് ഞാൻ വരാം. ശ്രീ പ്രവീൺ ഇക്കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് പ്രാഥമിക നടപടിക്രമങ്ങൾ മാത്രമാണ്. കോടതിക്ക് മുൻപാകെ ഈ CD വന്നു, കോടതി അത് കണ്ടു. ഇനി അതിന്മേൽ വ്യാഖ്യാനങ്ങൾക്ക്, വിവക്ഷകൾക്ക് സാധ്യതയുണ്ട്. അത് കോടതി അറിയിക്കും. സാർ, ഈ പരാമർശത്തിൻ്റെ ഈ ഭാഗം അത് അപകടകരമാണ് എന്ന് പറഞ്ഞാൽ കോടതിക്ക് ബോധ്യപ്പെടാനുള്ള സാധ്യത ഇനി ബാലൻസായി ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഇത് കോടതി കണ്ടു എന്നതുകൊണ്ട് പരിശോധിക്കാനുള്ളതെല്ലാം പരിശോധിച്ചു, കേൾക്കാനുള്ളതെല്ലാം കേട്ടു, ഇനി കൂടുതലൊന്നും കോടതിക്ക് കണ്ടെത്താനില്ല എന്ന വിശദീകരണം തെറ്റാണെന്നാണ്. അതവിടെ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ഇന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ നടത്തിയ ഒരു കമന്റ്, ഒരു പാസിംഗ് കമന്റ്, അതൊരിക്കലും ഈ കേസിന്റെ അവസാനത്തെ വിധിയായിട്ടോ അവസാനത്തെ തീരുമാനമായിട്ടോ നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. അതാണ് ഒന്ന്.
പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ്, എന്താണ് ഈ കേസിലെ പ്രശ്നമെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഈ മൊത്തം പ്രസംഗം കൊണ്ട് ഒരു വിഭാഗത്തിന്റെ മനസ്സിൽ ഇൻസെക്യൂരിറ്റി മറ്റൊരു വിഭാഗത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉണ്ടാകുമ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഇനി 3, രാജേഷ് ജി ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യമുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് അത് നമുക്ക് ഊഹിക്കേണ്ടത്. ഈ ഹലോ എന്ന സിനിമയിൽ സുരാജ് എന്ന പോലീസ് ഓഫീസറോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ അമ്മായി അമ്മയുടെ 16 അടിയന്തരം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് അശ്ലീലമാണോ? അപ്പൊ സുരാജ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അമ്മായി അമ്മ അശ്ലീലമാണോ, 16 അടിയന്തരം അശ്ലീലമാണോ? ഈ രണ്ട് വാക്കുകളും അശ്ലീലമല്ലാത്തിടത്തോളം കാലം ഇത് കൂട്ടിച്ചേരുമ്പോഴും അശ്ലീലമാകില്ലല്ലോ. അപ്പോ വാക്കുകൾ ഓരോന്ന് എടുത്തുകൊണ്ടോ സെന്റൻസുകൾ എടുത്തുകൊണ്ടോ അല്ല നമുക്ക് അതിന്റെ അർത്ഥത്തിനെ മനസ്സിലാക്കുവാൻ കഴിയുക. മറിച്ച് അത് സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട്, കേൾവിക്കാരന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട്, അവന്റെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്, അതിലൂടെ സംഭവിക്കാൻ സാധ്യതയുള്ള പുതിയ ചിന്തകൾ അവന്റെ മനസ്സിലുണ്ടാകുന്നത്, അതിനെ വെച്ചുകൊണ്ട് വേണം നമ്മളൊരു പ്രസംഗത്തിന്റെയോ ഒരു വാക്കിന്റെയോ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കുവാൻ. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി, ഹിന്ദു സമൂഹത്തിന്റെ മനസ്സിലുണ്ടാക്കുന്ന ഇൻസെക്യൂരിറ്റി, മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളുടെ എതിരെയുള്ള ഒരു വിദ്വേഷമായി വളർന്നു വരിക വളരെ എളുപ്പം തന്നെയാണ്. അതിലിടുന്ന ഒരു വിത്താണിത്. അതുകൊണ്ട് ദോഷമുണ്ടാവുക ഏതെങ്കിലും ഒരു സമുദായത്തിന് മാത്രമല്ല, ഞാനും രാജേഷിയും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ സമൂഹത്തിൽ മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയാത്ത നാളുകളിലേക്ക് അത് കൊണ്ടെത്തിക്കും. അത് ഇവിടെ വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ അതിനെ മാത്രം നമ്മൾ പറയേണ്ട. ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരും ഇത്തരത്തിലുള്ള പല സ്റ്റേറ്റ്മെന്റുകളുമായി മുന്നോട്ട് താങ്കൾ നേരത്തെ ചോദ്യത്തിലുള്ള മറുപടിയാണ് അത്. ആ പ്രസംഗത്തിൽ ഏതു പരാമർശം ഏതു ഭാഗമാണ് മതവിദ്വേഷം ഉണ്ടാക്കുന്നത്, അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന ചോദ്യത്തിലാണ് പ്രവീൺ മറുപടി പറഞ്ഞത്. ഒരു മതവിഭാഗത്തിന് മാത്രമായി സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുവെന്ന ആധികാരിക പ്രസ്താവന നടത്തുക വഴി മറ്റൊരു മതവിഭാഗത്തെ അരക്ഷിത ബോധമുള്ളവരാക്കി മാറ്റുകയും അതവർക്ക് മറ്റു വിഭാഗങ്ങളോടുള്ള വൈരാഗ്യബുദ്ധി ഉണർത്തുകയും ചെയ്യും വിധമുള്ള സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നതാണ്. അത് ഇപ്പോഴത്തെ കോടതിയിൽ വ്യാഖ്യാനിച്ച് അവതരിപ്പിച്ച് ഇത് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത് വലിയ പാതകമാണെന്ന് സ്ഥാപിക്കാൻ കഴിയും, അതിൻ്റെ സാധ്യത അവശേഷിക്കുന്നുണ്ട് എന്നതാണ്. നിഷാദ്, ഒരു 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 കമന്റിന്റെ വ്യാഖ്യാനം പ്രവീൺ പരമേശ്വരൻ വളരെ മനോഹരമായി അവതരിപ്പിച്ചു. കേൾക്കാൻ രസമുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ക്ലാസ്സിൽ കുട്ടികളോട് ഇക്കാര്യങ്ങൾ ക്ലാസ് എടുക്കുകയാണെന്നുള്ളത് കുട്ടികൾക്കും ആ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ കോടതി മുമ്പാകെ ഒരു കേസ് വരുമ്പോൾ ലീഗൽ ആസ്പെക്റ്റിൽ മാത്രമേ അതിനെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഇദ്ദേഹം പറഞ്ഞതിന്റെ വ്യാഖ്യാനത്തിലാണ്. കോടതിക്ക് വെള്ളാപ്പള്ളി നടേശനെ ശിക്ഷിക്കണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിച്ച വാക്കുകൾ അതിൽ ഒഫൻസിന്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാകുമോ, സെക്ഷൻ അട്രാക്ട് ചെയ്യുമോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യാനുള്ള യാതൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ അട്രാക്ട് ചെയ്യാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ഒരു സമൂഹത്തിൽ ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു സമൂഹത്തിനെ ഫോക്കസ് ചെയ്തു എന്ന് പ്രവീൺ പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെങ്കിൽ ഒന്നാം പ്രതിയാക്കേണ്ട കേരള ഗവൺമെന്റിനെയാ. ഇവിടുത്തെ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകുന്നുവെങ്കിൽ അതിലെ ഒന്നാം പ്രതി മാറി മാറി കേരളം സ്മരിക്കുന്ന ഗവൺമെന്റുകളാ. ആ ഗവൺമെന്റുകളുടെ തെറ്റായ നയം ചൂണ്ടിക്കാട്ടുവാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തിയത്. PM സുരേഷ് ബാബു, ഈ വിഷയത്തിൽ നേരത്തെ ജസ്റ്റിസ് കമാൽ പാഷ ഒരു സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ച കാര്യം ഞാൻ താങ്കളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് കോടതിയിൽ കേസുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പാസീവ് കമന്റ്സ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അപ്പോൾ പരിഗണിക്കുന്ന കേസ് ഏതാണോ അതിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കോടതി ഇത്തരം കമന്റ്സായി ഉന്നയിക്കുന്നത് എന്നതാണ്. അങ്ങനെ കോടതി നടത്തുന്ന പരാമർശങ്ങൾ ജനങ്ങൾ അറിയേണ്ടവയാണ് എന്നുകൂടി ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നു. അതായത് ഈ കേസിൽ ജസ്റ്റിസ് ഭവദാസൻ നടത്തിയിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ പരാമർശങ്ങൾ അത് ആ കേസിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടതാണ്. അത് ആ കേസിൽ ജനങ്ങൾ അറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടി ആയിരിക്കണമല്ലോ. ആ നിലയിൽ കോടതി ഏതാണ്ട് ഈ ദൃശ്യം കണ്ട 50% മനസ്സിലാക്കുന്നത് പോലീസിന്റെ ചാർജ് നിലനിൽക്കുന്നതല്ല എന്നാണ്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ഞങ്ങൾ ആദ്യത്തെ ഒബ്സർവേഷൻസിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. പാസിംഗ് ഒബ്സർവേഷൻസ് കോടതി എന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്ന ആളല്ല. അതൊക്കെ റിപ്പോർട്ട് ചെയ്യാം. അതൊക്കെ ഓരോരോ മാധ്യമധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അറിയിക്കേണ്ടതാണ് എന്ന് തോന്നുന്ന മാധ്യമങ്ങൾ അത് അറിയിക്കണം. ഇത് അറിയിക്കേണ്ടതില്ല എന്ന് തോന്നുന്ന മാധ്യമങ്ങൾ അത് അറിയിക്കില്ല. അതിലൊന്നും ആ ഒരു ഡിസ്കഷൻസിനൊന്നുമുള്ളൊന്നും ഞാൻ ഇടപെടലില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഇന്നത്തെ കോടതിയുടെ വിധി ഈ കാര്യത്തിൽ ഒരു തീരുമാനമല്ല. 483 ഈ ആന്റിസിപ്പേറ്ററി ബെയിലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ്. അത് ആ ഇത് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒബ്സർവേഷൻ പറഞ്ഞതുകൊണ്ട് തീരുമാനം വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഹാജരാകണമെന്നും അദ്ദേഹം ഹാജരായതിനും ജാമ്യം കൊടുക്കണമെന്നുമുള്ളതാണ്. അതുകൊണ്ട് ഈ കേസ് തേച്ചുമാറ്റി കളഞ്ഞോ അല്ലെങ്കിൽ കേസ് ഇല്ലാതായി പോകുമെന്ന് വിശ്വസിക്കുന്നില്ല. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന്, കേസ് ഫയൽ ചെയ്ത ആളുകളുടെ ഭാഗത്തു നിന്ന്
അതിശക്തമായ, അവരെ കേൾക്കാതെയാണല്ലോ ഇന്നത്തെ വിധി. അത് അവരിനകത്ത് മറ്റു തരത്തിൽ ഉണ്ടാവുകയില്ലല്ലോ. അവരുടെ വാദം ജാമ്യം കൊടുക്കണമോ കൊടുക്കണ്ടയോ എന്നുള്ളത് മാത്രമാണ്. എന്താണ് പ്രവീൺ ഈ കാര്യത്തിൽ ഇപ്പോ തന്നെ അകത്താക്കാൻ പരമാവധി നോക്കി, പക്ഷെ നടന്നില്ല, കോടതിക്ക് സത്യം ബോധ്യപ്പെട്ടു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഗ്രൂപ്പിനകത്തെങ്കിലും മൈലേജ് വർദ്ധിപ്പിക്കാൻ ഈ വിധി കൊണ്ട്, ഇന്നത്തെ കോടതി ഇടപെടൽ കൊണ്ട് വെള്ളാപ്പള്ളിക്ക് കഴിയുന്നുണ്ടോ? രണ്ട് പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഗ്രൂപ്പിനെ കൺസോളിഡേറ്റ് ചെയ്യുവാൻ, ഒരു പരിധിവരെയെങ്കിലും കൺസോളിഡേറ്റ് ചെയ്യാൻ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ടും അതിനെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി കോടതിയുടെ ഈ പരാമർശം കൊണ്ടും കഴിയുമെന്നുള്ള കാര്യത്തിൽ അതിനകത്തൊരു തർക്കത്തിന്റെ കാര്യമില്ല. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന, അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് കരുതുന്ന ഒരു വിഭാഗത്തിനെ, അർത്ഥം ശരിയാണെന്നെങ്കിലും കരുതുന്ന ഒരു വിഭാഗത്തിനെ കുറച്ചുകൂടെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് കഴിയുമായിരിക്കും. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ വ്യാഖ്യാനത്തിന്റെ, രാജേഷ് പറഞ്ഞ വ്യാഖ്യാനം, ഏതൊരു കേസിലും എന്തിനാണ് വാദങ്ങൾ, ഏതൊരു കേസിലും എന്തിനാണ് രണ്ട് ഭാഗത്ത് നിന്ന് വക്കീലന്മാർ വാദിക്കുന്നത്? അത് വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതിന്റെ ഇമ്പാക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ടേപ്പ് എടുത്ത് ജഡ്ജിക്ക് കേൾപ്പിച്ചു ഹലോ ലിസി പറയൂ. ഈ ജാതി സ്പർദ്ധയുടെ കാര്യങ്ങൾ പറയുന്നത് എന്തിനാ? ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊരു ഒരു നല്ല തത്വം ഉണ്ടല്ലോ ശ്രീനാരായണ ഗുരുവിന്റെ. ആ ഒരു തത്വത്തിൽ എല്ലാ ജാതി മതസ്ഥർക്കും ആ ഒരു വിശ്വാസം ഉണ്ട്. തുറക്കുന്ന പാടെ ഈ ഒരു ജാതി വ്യത്യാസത്തിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. ഇന്നത്തെ ജനറേഷന് താല്പര്യമില്ല. അതാണ് താങ്കളുടെ അഭിപ്രായം. നന്ദി. വി രാജേഷ്, അവസാനമായി ഇക്കാര്യത്തിൽ ഈ കേസിൽ കോടതി CD കണ്ടു. ഇതിൽ പ്രാഥമികമായി സർക്കാരിന് നയത്തിനെതിരായ വിമർശനം മാത്രമേ ഉള്ളൂവെന്ന് നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ഇനി എന്തുകൊണ്ടാണിത് മതസ്പർദ്ധയായി മാറുന്നത് എന്ന് സ്ഥാപിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ കൂടുതൽ ആർജവത്തോടെ തുടരാൻ തന്നെയാണ് സർക്കാരിൻ്റെ പദ്ധതി. ഇപ്പോഴത്തേത് വെറും പാസീവ് ഒബ്സർവേഷൻസ് മാത്രമാണെന്ന് ആത്മവിശ്വാസവും അല്ലെങ്കിൽ ആശ്വാസവും അവർക്കുണ്ട്. നിഷാദ്, പ്രവീൺ പറഞ്ഞതിനൊരു മറുപടി പറഞ്ഞോട്ടെ. ഇരുഭാഗത്തും പ്രതിഭാഗവും വാദിഭാഗവും വാദിക്കാറുണ്ട്, വാദങ്ങൾ ആവശ്യമാണ്. പക്ഷേ ആ വാദങ്ങൾ നിൽക്കണമെങ്കിൽ വാദങ്ങൾക്ക് ഉപോദ്ബലകമായിട്ടുള്ള തെളിവുകളും കൂടെ വേണം. അല്ലെങ്കിൽ വാദങ്ങൾ മാത്രമായിട്ട് നിലനിൽക്കും. ഇവിടെ ഞാൻ പറഞ്ഞത് തെളിവില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, സുരേഷ് ബാബു സാർ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അങ്കലാപ്പ് എന്തിന്? ഞങ്ങൾക്ക് ആർക്കും വേവലാതിയില്ല. ഗവൺമെന്റിനിപ്പോ ആപ്പൂരിയ കുരങ്ങനെ പോലെ ആയ ഒരവസ്ഥയില്ല. FIR എടുത്തും പോയി ചാർജ് ഷീറ്റ് കൊടുക്കാനും പറ്റുന്നില്ല. ഇവിടെ നിഷാദ്, ഇന്ന് ഹൈക്കോടതിയുടെ വിധി കൂടി വന്നതോടുകൂടി ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത്, ന്യൂനപക്ഷ പ്രീണനത്തോടെ ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയം തിരുത്തുവാനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതെന്നാണ് താങ്കൾ ഗവൺമെന്റിനെ ഉപദേശിക്കുക. നന്ദി ശ്രീ വി രാജേഷ്. ഹൈക്കോടതി നിരീക്ഷണത്തോടെ വിദ്വേഷ പ്രസംഗ ആരോപണത്തിൽ വെള്ളാപ്പള്ളി നടേശൻ കുറ്റവിമുക്തനായോ എന്നതായിരുന്നു ഇന്നത്തെ ഓൺലൈൻ വോട്ടെടുപ്പിനുള്ള ചോദ്യം. വോട്ടെടുപ്പിൽ പങ്കെടുത്ത 96.57% ആളുകൾ വെള്ളാപ്പള്ളി കുറ്റവിമുക്തനായി എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ 3.43% ആളുകൾ മാത്രമാണ് വെള്ളാപ്പള്ളി ആരോപണത്തിന്റെ നിഴലിൽ നിന്ന് മോചിതനായിട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. വോട്ടെടുപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒപ്പം പ്രവീൺ പരമേശ്വരൻ, വി രാജേഷ്, ഒപ്പം PM സുരേഷ് ബാബു, പ്രത്യേകം നന്ദി. ബിഗ് സ്റ്റോറി അവസാനിക്കുകയാണ്.